കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാനായി കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ളതാകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നമുക്കൊരുമിച്ച് റോമാലേഖനം 3-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുകയും കഴിയുമെങ്കിൽ ആ വേദഭാഗവും തുടർന്നുള്ള വേദഭാഗവും നമുക്ക് ചിന്തിപ്പാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. റോമൻസ് ചാപ്റ്റർ 3 beginning with verse 24 to 26. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. പ്രൈസ് ലോർഡ്. നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് മാത്രം യോഗ്യതയുള്ളതാകുന്ന ഒരു പാപിയെ ദൈവം എങ്ങനെ നീതീകരിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. The main theme of this passage is God justifying a wicked, lost sinner. And when God justifies the sinner, how God still remain righteous. ദൈവം അവിടുത്തെ നീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പാപിയെ എങ്ങനെ നീതീകരിപ്പാനായിട്ട് കഴിയും, ആ കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. 24-ാം വാക്യത്തിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ ഈ തുടർന്നുള്ളതാകുന്ന വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ we are justified by his grace as a gift, and Paul says through the redemption that is in Christ Jesus. In this verses Paul teaches 3 basic truths. We have seen last week there are 3 things we need to look at. ഒന്നാമതായി 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഒന്ന് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ആ പാസേജിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നു. രണ്ടാമത് ദ സിൻ ഓഫ് മാൻ, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. മൂന്നാമതായിട്ട് ദ സാൽവേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ. ഇവിടെ ആ 24 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ പോൾ പറയുന്നതാകുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, when God justifies, what is the source of God's justification? അല്ലെങ്കിൽ what is the source of justification? നീതീകരണത്തിൻ്റെ ഉറവിടം എന്താണ്, അല്ലെങ്കിൽ where it originates. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നു on what ground God justifies, or where or on what it rests, on what the justification of God rests, and what is the ground. എന്ത് അടിസ്ഥാനത്തിലാണ് ദൈവത്തിനൊരു പാപിയെ നീതീകരിപ്പാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് ദ മീൻസ്, എങ്ങനെയാണ് ദൈവത്തിന് അല്ലെങ്കിൽ ആ നീതീകരണം, how the justification of God freely by grace is received. How do we receive it? And Paul says it is by faith alone. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒന്ന്, the source of justification, the ground of justification, and thirdly, the means of justification. ഇവിടെ ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ള കാര്യം, അതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. അതിൻ്റെ സോഴ്സ് ദൈവമാണ്, ദൈവം മാത്രമാണ് എന്ന് നമ്മൾ കണ്ടു. 2, എങ്ങനെ ദൈവത്തിന് പാപിയെ നീതീകരിക്കാനായിട്ട് കഴിയും. കാരണം ദൈവം ഒരിക്കലും
അഭക്തനെ നീതീകരിക്കുകയില്ല. ഹൗ ക്യാൻ ഗോഡ് ജസ്റ്റിഫൈ എ വിക്കഡ് പേഴ്സൺ? ബിക്കോസ് ദ ബൈബിൾ ക്ലിയർലി സേസ് ഗോഡ് he doesn't justify a wicked, a sinner. So how can he justify? And we have seen God's answer is the cross. അതിൻ്റെ ഉത്തരമായിട്ട് എങ്ങനെ ദൈവത്തിന് ഒരു അഭക്തനെ നീതീകരിപ്പാൻ കഴിയും എന്നതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടു. അത് ക്രൂശ് മാത്രം, ക്രിസ്തുവിൻ്റെ ക്രൂശ് മാത്രം. അതാണ് അതിൻ്റെ ഉത്തരം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഓക്കെ, നമുക്ക് ആ വേദഭാഗം തുടർന്ന് നമുക്ക് ചിന്തിക്കാം. 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലമത്രേ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ നീതീകരണത്തെക്കുറിച്ച് പോള് പറയുമ്പോൾ ക്രൂശിൽ കൂടെയുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ആ നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, ആ നീതീകരണം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് മൂലമാണ്. വീണ്ടെടുപ്പ്, റിഡംഷൻ. സോ ദ ഫസ്റ്റ് വേർഡ് ഈസ് റിഡംഷൻ, വീണ്ടെടുപ്പ്. നമുക്ക് അല്പം വിശദമായിട്ട് ആ കാര്യങ്ങൾ കാണാം. രണ്ടാമതായിട്ട് പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, കഴിഞ്ഞ ആഴ്ച ഞാനത് പെട്ടെന്ന് പറയുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന വാക്ക് അതിൻ്റെ 25-ാമത്തെ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഗോഡ് പ്രസൻറ്റഡ് ഹിം ആസ് എ സാക്രിഫൈസ് ഓഫ് അറ്റോൺമെൻറ്റ്. In some versions it says, through the redemption in Christ Jesus, whom God put forward as a propitiation by his blood. തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തം. മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ വായിച്ച വാക്യം, അത് ചെയ്യാൻ കാര്യം God wanted to demonstrate his justice. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപികളെ ദൈവം നീതീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദൈവം നീതിമാനാകുന്നത്? രണ്ടാമത്തെ വിഷയം, ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. അതാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 25-ാം വാക്യത്തിൽ, ബിക്കോസ് ദിസ് വാസ് ടു ഷോ ഗോഡ്സ് റൈച്ചസ്നെസ്. സോ God is demonstrating or showing his righteousness on the cross, and Christ being the propitiation, or Christ's shed blood pacifies. That is the meaning of propitiation. That is the meaning. അപ്പോൾ propitiation എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കോപിഷ്ഠനായ ഒരു വ്യക്തിയെ, ആ റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ കോപിഷ്ഠനായ, അല്ലെങ്കിൽ ജാതികളുടെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ ദേവീ ദേവത കോപിച്ചിരിക്കുന്നു. അപ്പോൾ ആ ദേവീയ ദേവതയോ പ്രീതിപ്പെടുത്തുക. അങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ട് ആ ദേവിയുടെയോ ദേവൻ്റെയോ കോപം ശമിപ്പിക്കുക. അത് ജാതീയ ചിന്തയാണ്. എന്നാൽ ക്രിസ്തീയ ചിന്തയിൽ അങ്ങനെയല്ല. അത് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, ഞാൻ ഈ വാക്കുകൾ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ വാക്കുകൾ അവിടെയുള്ള വാക്കുകൾ തന്നെയാണ്. മാത്രമല്ല, ഇതതിൻ്റെ കീയാണ്. അതായത് ദൈവം നമ്മളെ നീതീകരിച്ചതിനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആ പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ
ദൈവത്തിൻ്റെ ആ നീതീകരണത്തിൻ്റെ ആ മഹത്വത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് വിശദീകരിച്ച് ആ കാര്യം മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ വായിക്കാം. മൂന്ന് വാക്കുകളാണ്. വി നീഡ് ടു റിമെമ്പർ റിഡംഷൻ. റിഡംഷൻ ഈസ് എ ടേം ദാറ്റ് ഈസ് ബോറോവ്ഡ് ഫ്രം മാർക്കറ്റ് പ്ലേസ്. ഒരു ചന്ത സ്ഥലത്ത് നിന്ന്, ഒരു മാർക്കറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് അടിമ വ്യാപാരത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് റിഡംഷൻ, വീണ്ടെടുപ്പ്. അത് വേദപുസ്തകത്തിൽ എങ്ങനെയെന്നുള്ളത് നമുക്ക് വി വിൽ സീ ദാറ്റ് ഇൻ എ മോമെൻറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് propitiation. Propitiation, the word propitiation, that God's wrath being pacified. God's righteous and holy wrath is being pacified. How? Cross is the answer. ക്രൂശാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ മൂന്നാമതായിട്ട് പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ആ വീണ്ടെടുപ്പും ആ പ്രായശ്ചിത്തവും ദൈവം ആ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ആ നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ അതിൻ്റെ 25 വേഴ്സ് 25 and 26, ദൈവം തൻ്റെ പൊറിമയിൽ in his long suffering, God in his long suffering, he didn't punish sin. Every sin was not punished in the past. So when God leaves the sin unpunished, it will look God in a bad light, because God doesn't deal with the sin. God doesn't punish the sin. Therefore it will appear God is unrighteous, because God left all those sins unpunished. ആ പാപങ്ങളെ ദൈവം അങ്ങനെ പണിഷ് ചെയ്യാതിരുന്നപ്പോൾ ദൈവം അൺറൈച്ചസ് ആണെന്ന് തോന്നും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ക്രോസ് ഈസ് ദ ആൻസർ. ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഓൺ ദ ക്രോസ് ദാറ്റ് ഹി ഈസ് അറ്റ് ദ സെയിം ടൈം റൈച്ചസ് ആൻഡ് the justifier of the wicked. അപ്പോൾ ക്രൂശാണ് ഉത്തരം. എന്തിൻ്റെ ഉത്തരം? ഒരേ സമയം തന്നെ ദുഷ്ടനെ ദൈവത്തിന് എങ്ങനെ നീതീകരിപ്പാൻ കഴിയും എന്നതിൻ്റെയും, പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ പാപത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം അനീതിയുള്ളവനെന്ന് തോന്നും, അത് ഇല്ലാതെയാകുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. ഓരോ വാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്നെടുത്ത് ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട ആ 3 വാക്യങ്ങൾ. 1 റിഡംഷൻ ഓഫ് സിന്നേഴ്സ്, 2 പ്രൊപ്പീഷിയേഷൻ അല്ലെങ്കിൽ പ്രൊപ്പീഷിയേഷൻ ഓഫ് ഗോഡ്സ് റാത്ത്, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പരിഹാരം. ഗോഡ്സ് റാത്ത് ഈസ് ബീങ് പാസിഫൈഡ്. ആൻഡ് thirdly, the demonstration of his justice. 3 things on the cross. ക്രൂശി 3 കാര്യങ്ങളാണ്. 1 പാപികളുടെ വീണ്ടെടുപ്പ്, ദൈവകോപത്തിൻ്റെ പരിഹാരം, 3 ദൈവത്തിൻ്റെ നീതിയുടെ പ്രദർശനം. പെട്ടെന്ന് നമുക്ക് ഈ വാക്ക് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായിട്ട് റിഡംഷൻ. ഈ റിഡംഷൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കും, വിശേഷിച്ച് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നു. ലേവ്യ പുസ്തകം, നിങ്ങൾക്ക് ആ വേദഭാഗം വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കാം, 25-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ
നമ്മൾ വായിക്കുന്നു, ഒരു ഇസ്രായേല്യൻ അവൻ ദരിദ്രനായി തീർന്നിട്ട് അവൻ തന്നെ തന്നെ ഒരു അടിമയാക്കി വിൽക്കുകയാണ്. ഒന്ന് വായിച്ചോളൂ. നിന്നോട് കൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. നോക്ക്, അവനെ വീണ്ടെടുക്കാം. ആ വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഒരു വ്യക്തി തന്നെത്താൻ വിറ്റു, അവൻ അടിമയായി തീർന്നു. അടിമയായി തീർന്നവനെ വില കൊടുത്തിട്ട് വീണ്ടെടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 15:13 മിസ്രയീമിൽ നിന്ന് ദൈവം അവിടുത്തെ ജനത്തെ വിടുവിച്ചതിനെ, സോ ഇറ്റ് ഈസ് മെറ്റഫറിക്കലി യൂസ്ഡ് ദിസ് redemption of slaves. If an Israelite become poor and he sells himself as a slave to a foreigner or to anybody else, the commandment is given, you shall redeem him, and there is a provision for redemption. And that very act of redeeming a person from slavery is metaphorically used of the people of Israel being redeemed from the slavery of Pharaoh and Egyptians. That is why it is written in Exodus 15, chapter 15 and verse 13. 15:13. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നീ വീണ്ടെടുത്ത ജനത്തെ. നീ വീണ്ടെടുത്ത ജനത്തെ. അപ്പോൾ മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നു. ഇനി നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് വന്നാൽ, God again redeems his people from the Babylonian captivity. That is what we read in 43 and verse 1. Okay, 43-ാമത്തെ വാക്യം, യെശയ്യ അതിൻ്റെ 1-ാമത്തെ വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കാം, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. I have redeemed you. First, the people of Israel were in the captivity of Pharaoh and the Egyptians. God redeems them. And then they were in exile in Babylon. They were under the captivity of the king Nebuchadnezzar and many other kings. But God, according to his promise in book of Isaiah, he promises. That promises is already, it is as though it is a realized thing. That is the meaning there in Isaiah chapter 41 and so on, 43 and so on. അതായത് യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ആ കാര്യം അതൊരു പ്രവചനമാണെങ്കിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് a promise, it is a foregone conclusion. I am going to redeem you. ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ so in the same way, when a sinner is justified, we know we were under the slavery of sin. We were captives. We were bondage to our own sin and guilt, and we were utterly unable to redeem ourselves. Have you seen the picture? The people of Israel in Egypt, they were unable to redeem themselves. God had to intervene. And later on, when they went to Babylon as captives, they were unable to redeem themselves. God had to intervene. In the same way, when on the cross, a sinner, because of Christ and his cross, is justified, we were unable to redeem ourselves. Completely unable to redeem ourselves. And the Bible equates our plight
as being dead in trespasses and sins. നോക്കുക, ഈ ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലായിരുന്നത് പോലെ തന്നെ അവർക്ക് അവരെ തന്നെ വിടുവിപ്പാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു പാപിക്ക് തന്നെ തന്നെ വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ആ പാപിയുടെ അവസ്ഥയെ വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ ആ വേദപുസ്തകത്തിലുടനീളം. അതുകൊണ്ട് എഫേസ്യർ 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ, മൃതരായിരുന്നവർക്ക് പുറത്തു നിന്നൊരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അടിമത്വത്തിലായിരുന്നു, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വീണ്ടെടുക്കുന്നു. സോ വീണ്ടെടുപ്പ്, ഗോഡ് റിഡീംസ്. അതുകൊണ്ടാണ് in Mark's Gospel chapter 10 and verse 45, മർക്കോസിൻ്റെ സുവിശേഷം 10:45 കാണാതെ പോയതിനെ അതെ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമത്രേ വന്നത്. അതുകൊണ്ടാണ്, can you read one more verse? 1 Corinthians chapter 6, 19 and 20. 19 and 20. Paul uses that word again. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ ആർക്കുള്ളവരല്ല? താന്താങ്ങൾക്കുള്ളവരല്ല. പിന്നെ എന്നും അറിയുന്നില്ലയോ? എന്നും അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആകയാൽ, because we have been redeemed, നമ്മളെ വീണ്ടെടുത്തതുകൊണ്ട് നമ്മൾ നമ്മുടേതല്ല. ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതുമാണ് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് നമ്മുടേതല്ല എന്നുള്ളത് കൊണ്ട്. ഇനിയും നമ്മളൊരിക്കലും ചിന്തിക്കരുത് ഇത് ദൈവം ഈ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തത് പിശാചിന് ഒന്നുമല്ല കേട്ടോ. പിശാചിനല്ല. ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം അടിമത്വത്തിൽ വെച്ചുകൊണ്ടിരുന്നതാരാ? പിശാച്. അപ്പോൾ പിശാചിന് വില കൊടുത്തേച്ച് ദൈവം വിടുവിച്ചു. ഇനി അങ്ങനല്ല. നോ, പിശാചിനല്ല വില കൊടുത്തത്. ആർക്കാ? എന്താണ് വില എന്നുള്ളത് ഇവിടെ ആക്ച്വലി ആർക്ക് കൊടുത്തു എന്നുള്ളതൊന്നും പോൾ പറയുന്നില്ല. ദാറ്റ് ഈസ് അൺഇമ്പോർട്ടൻറ്റ്. ദ ഓൺലി തിങ് ഈസ് നമുക്കതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, ആ റിഡംഷൻ എന്ന വാക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുക്കുമ്പോൾ അത്രമാത്രം ഇറ്റ് ഈസ് എ റിഡംഷൻ. ഓൺ ദ ക്രോസ് ഇറ്റ് ഈസ് റിഡംഷൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം, അതിനപ്പുറം ഇല്ല. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ മെറ്റഫർ തന്നെ ചിന്തിച്ചാൽ, ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തപ്പോൾ ഫറവോന് കാശ് കൊടുത്തേച്ചാന്നോ? അല്ല. നോ, ഫറവോന് കാശ് കൊടുത്തല്ല. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയാമോ? പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന ഒറ്റ റീസണേ ഉള്ളൂ. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ഉണ്ടായിരുന്ന ഭവനങ്ങൾ ഏതൊക്കെ ഉണ്ടായിരുന്നോ അവിടുത്തെ മുഴുവൻ ആദ്യജാതനും സ്പെയർ ചെയ്യപ്പെട്ടു. അതിനകത്തുണ്ടായിരുന്നവർ പേടിച്ച് വിറച്ചായിരിക്കായിരുന്നത്. പേടിച്ചായിരിക്കുമായിരുന്നേ, അയ്യോ എന്നാ സംഭവിക്കാൻ പോന്നേ. ആ വീട്ടിൽ പോലും രക്തമടയാളമായിട്ടുണ്ടോ? സംഹാരകൻ കടന്നുപോയി. നോട്ട് ദ സ്ട്രെങ്ത് ഓഫ് അവർ ഫെയ്ത്ത്,
നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ സ്ട്രെങ്ത് കൊണ്ടൊന്നും അല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒബ്ജക്റ്റ് എന്താ? ആ ഒബ്ജക്റ്റ് മറ്റൊന്നുമല്ല, ചൊരിയപ്പെട്ട രക്തം, യേശു ക്രിസ്തുവാ. അതാ കാര്യം. അല്ലാതെ നമ്മൾ ഏതാണ്ട് വർക്കപ്പ് ചെയ്ത് സാധിച്ചെടുത്ത കാര്യമൊന്നും അല്ലിത്. ദാറ്റ് ഈസ് റിഡംഷൻ. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. രണ്ടാമത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം പ്രൊപ്പീഷിയേഷൻ. ആ പ്രൊപ്പീഷിയേഷൻ എന്ന പദം കോപം ശമിപ്പിക്കുക. നമുക്കറിയാം, നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ മുതൽ we know to propitiate somebody is to pacify somebody of his or her wrath. And we know in these verses Paul is describing God's solution to the human predicament. And what is that human predicament? മനുഷ്യൻ്റെ ആ വിഷമസന്ധിയുടെ കാരണം എന്താ, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താ? ആ ഹ്യൂമൻ പ്രെഡിക്കമെൻ്റ് എന്താണെന്ന് നമ്മൾ കാണുന്നു. 1:18 റോമൻസ് 1:18, 2:5 and 3:5. പെട്ടെന്ന് നമുക്കറിയാം. അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സോ ഗോഡ്സ് wrath, ദൈവത്തിന്റെ കോപം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. 2:5 എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ശേഖരിച്ചു വെക്കുക. ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം. അപ്പൊ God is angry. God's wrath rests upon all sinners, and there is a need to avert that wrath. ആ ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കേണ്ട ഒരാവശ്യകതയുണ്ട്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, ക്രൂശിൽ സംഭവിച്ചത്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിനുള്ള ബന്ധത്തിൽ. ഒന്ന്, ദ നീഡ്. വൈ? എന്തുകൊണ്ടാണ്? വൈ ദിസ് പ്രൊപ്പീഷിയേഷൻ ഈസ് നെസസറി? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അത് ശമിപ്പിക്കേണ്ടതിരിക്കുന്നു? അതിൻ്റെ ആവശ്യകത എന്താ? മറ്റ് പാഗൻ ചിന്താഗതി അനുസരിച്ചാണെങ്കിൽ ഈ ദൈവം എന്ന് പറഞ്ഞാൽ, അവരുടെ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് സബ്ജക്റ്റ് ടു they are bad-tempered. They are subjects to mood swings. Sometimes they are so pleased, sometimes so angry. ജാതീയ ചിന്തയനുസരിച്ച് ദൈവം ദേവീ ദേവതകളൊക്കെ ഇങ്ങനെ കോപിക്കും. അവർ മനുഷ്യരെ പോലെ. That is why the God who reveals himself in the Bible is so different and unfathomable, and it is so reasonable that God is unfathomable, and God is a triune God, and we cannot understand him as he is, because God is who he is. Whereas in all other systems, God is the makings of man's fancies, and therefore such gods are their own fancies, and those gods you can reasonably explain. Take the God of Islam, take the God of Hinduism, take the God of any other religion. ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതെന്നറിയോ? നിങ്ങളുടെ ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല, ട്രയൂണിറ്റി. That is precisely the reason why he is God, because we cannot explain.
If you can explain a God that is no God at all, he is a God of your own creation. അല്ലേ? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയാ. ദൈവം ഇൻഎക്സ്പ്ലിക്കബിൾ ആണ് എന്ന ഒറ്റ കാര്യം തന്നെ, ഓൺലി ദ ഗോഡ് ഓഫ് ബൈബിൾ ഈസ് ദ ഗോഡ് ഓഫ് ദ യൂണിവേഴ്സ്. നോ അതർ ഗോഡ്സ് ഓർ ഗോഡസസ്, അബ്സല്യൂട്ട്ലി നോ അതർ. ഇവിടെ അവൽ പ്രശ്നം വരുന്നത്, ഇത് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുവരെ പ്രശ്നമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ പേഗൻ ചിന്താഗതി അനുസരിച്ച് ഇങ്ങനെയുള്ള ദൈവങ്ങളെ പാസിഫൈ ചെയ്യണം. കാരണം അവർ മൂഡ് സ്വിങ്സിന് വിധേയരാണ്. അവരുടെ ചിന്തയിലുള്ള ദൈവങ്ങളാണ്, ഇല്ലേ? അവരുടെ ചിന്തയിലുള്ള ദൈവങ്ങൾ ഈ നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഈ പുരാണങ്ങൾ പഠിച്ചു നോക്കിയാലല്ലേ, ചിലപ്പോൾ ദൈവത്തിന് അങ്ങ് ഒരു ഫിറ്റ്സ് ഓഫ് റേജിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയും. ആ ഫിറ്റ്സ് ഓഫ് റേജ് വരുമ്പം മൂന്നാമത്തെ കണ്ണു തുറക്കും, ഇല്ലേ? നോക്കിയേ, മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ അറിയപ്പെട്ടവരെ. എന്നാൽ വേദപുസ്തകത്തിലെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ദർ ഈസ് നോ അൺപ്രിൻസിപ്പിൾഡ്, അൺപ്രഡിക്റ്റബിൾ ഓർ അൺകൺട്രോൾഡ് about God's anger. It is only aroused when there is evil. നോക്കണേ, ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നത് അത് ബാഡ് ടെമ്പേർഡ് അല്ല, നേരെ മറിച്ച് സകല ദുഷ്ടതയുടെ മേലും അശുദ്ധിയുടെ മേലും ദൈവത്തിൻ്റെ കോപം വരുന്നു. ഇതാണ് ജാതികളുടെ ആ സങ്കല്പവും ക്രിസ്തീയ സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ദൈവം കോപിക്കുന്നു. എന്തിനെതിരെ കോപിക്കുന്നു? ആ കാര്യമെല്ലാം വേദോസം പറയുന്നു. അപ്പോൾ ആ കോപത്തെ അവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മനുഷ്യന് രക്ഷയില്ല. ക്രൂശിൽ എന്തോ സംഭവിച്ചു? ആ ക്രോധത്തെ ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ എന്ത് ചെയ്തു? നമ്മുടെ മേൽ വീഴേണ്ട ക്രോധം മുഴുവൻ കർത്താവിൻ്റെ മേൽ വീണു. വാട്ട് എ മാർവലസ് തിങ് ഈസ് ദ ക്രോസ്, ഇല്ലേ? ക്രിസ്തുവിൻ്റെ ക്രോസ് എന്ന് പറയുന്നത് എത്ര മാർവലസാ. ദൈവത്തിൻ്റെ കോപം അവേർട്ട് ചെയ്യാൻ, അതിനെ ശമിപ്പിക്കാൻ, അതിന് പ്രായശ്ചിത്തം വരുത്തുവാൻ ദൈവം തന്നെ. കാരണം ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ക്രൂശിൽ ആ കോപത്തിന് പാത്രമായി തീർന്നു. നോക്കിയേ, അതുകൊണ്ട് നമ്മളിവിടെ എന്താ വായിക്കുന്നേ? ആരാണ് ഈ കോപം ശമിപ്പിക്കുന്നത്? ഒന്ന് നമ്മൾ കണ്ടു, അതിൻ്റെ ആവശ്യകത. ദൈവത്തിൻ്റെ കോപത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടത് ആവശ്യകത. ദൈവം പാപത്തിനെതിരെ, മനുഷ്യൻ്റെ അഭക്തിക്കെതിരെ, അനീതിക്കെതിരെ ദൈവത്തിൻ്റെ കോപം വരികയാണ്. പക്ഷേ അത് അവേർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ആരാ ഇത് ചെയ്തത്? ഇത് who undertakes to do the propitiating? It is God himself. അല്ലേ? The pagan answer is we do. ജാതികളുടെ സങ്കല്പം അനുസരിച്ച് ദൈവത്തിൻ്റെ ക്രോധം അവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓഫറ്ററി കൊണ്ടുവരണം. ഓഫ് കോഴ്സ്, അപ്പോൾ ചില ഓഫറിങ്ങിനെ കുറിച്ചൊക്കെ ഉണ്ട്, അത് ഞാൻ പെട്ടെന്ന് വരാം. അതാ ജാതികളുടെ സങ്കല്പം. ദൈവത്തിന് മെഴുതിരി കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് മറ്റു പല കാര്യങ്ങളും ഓഫർ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പേഗൻ ഐഡിയയാ. ഈ പേഗൻ ഐഡിയ ആണ് പല സോക്കോൾഡ് ക്രിസ്ത്യൻ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനകളിലൊക്കെ ബോറോ ചെയ്തേക്കുന്ന ആ ഐഡിയയാണ്. പേഗനാത്, ജാതികളുടെ സങ്കല്പം. കാരണം അതിനെ അവേർട്ട് ചെയ്യാൻ, ആ കോപത്തെ അല്ലെ ആ ദോഷത്തെ മാറ്റാൻ, ആ ആളിനെ പ്രീതിപ്പെടുത്താൻ ചിലത് എന്ത് ചെയ്യുക? നമ്മൾ ഓഫർ ചെയ്യുക. നോ, ക്രിസ്ത്യൻ ആൻസർ എന്താ?
നമ്മൾ അപ്പോൾ ജാതികളുടെ ചിന്തയനുസരിച്ചാണെങ്കിൽ നമ്മൾ ദൈവത്തെ ഒഫൻഡ് ചെയ്തപ്പം വി ഹാവ് ടു പാസിഫൈ ഗോഡ്. എന്നാൽ ക്രിസ്ത്യൻ ആൻസർ ഇതാണ്, ബൈബിൾ പറയുന്ന ഇതാണ്, വി ഒഫൻഡഡ് ഗോഡ് ആൻഡ് വി cannot pacify God's wrath. ദൈവത്തിൻ്റെ God's righteous anger cannot be placated, cannot be pacified. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. But God in His undeserved love has done for us what we could never do by ourselves. അതാ ദൈവം ചെയ്തത്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ അകൈതവവും അർഹിക്കാത്തതുമായ സ്നേഹം നിമിത്തം നമുക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. എങ്ങനെ ചെയ്തു? 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:10 ഒന്ന് വായിച്ചോളൂ. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ. നാം ദൈവത്തെ സ്നേഹിച്ചതെല്ലാം അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. അതേ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്നാമത് ഇറ്റ് ഈസ് ഗോഡ്സ് ലവ്. 2 ഇറ്റ് ഈസ് ഗോഡ്സ് ഐഡിയ. 3 ഇറ്റ് ഈസ് ഗോഡ്സ് പർപ്പസ്. 4 ഇറ്റ് ഈസ് ഗോഡ്സ് ഇനിഷ്യേറ്റീവ്. 5 ഇറ്റ് ഈസ് ഗോഡ്സ് ആക്ഷൻ. 6 ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. എവ്രിതിങ് ഈസ് ഗോഡ്സ്. നിങ്ങൾ കണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിൻ്റെ കാരണം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അല്ലേ? നമ്മെ സ്നേഹിച്ചിട്ട് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റേതാകുന്ന ആശയം, ദൈവത്തിൻ്റെ ഉദ്ദേശം, പിന്നെ അതിന് മുൻകൈ എടുക്കുന്നതാരാ? ദൈവം. ആ പ്രവൃത്തി ചെയ്യുന്നതാരാ? ദൈവം. പിന്നെ ഫ്രീ ഗിഫ്റ്റായിട്ടത് ഓഫർ ചെയ്യുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെയാണ്. മൂന്നാമതായിട്ട് ഇതൊരു പാപ പരിഹാര യാഗമാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഈ യാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വാക്യം വളരെ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 17:11. ലെവിറ്റിക്കസ് ചാപ്റ്റർ 17 and verse 11. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. So God himself provides a sacrifice. God himself. God provides a sacrifice. ഇത് മൗണ്ട് മൊറയായിൽ തൊട്ട് എബ്രഹാമിന് വേണ്ടി, ഐസക്കിന് വേണ്ടി, when God provides a sacrifice, അവിടം തൊട്ട് കാൽവറി മല അവിടെ വരെ അതിനെ ഫോർഷാഡോ ചെയ്യുകയായിരുന്നു. ഞാനാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനുള്ള ആ സാക്രിഫൈസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ തന്നെ, നിങ്ങൾ ഇൻവെൻ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സാക്രിഫിഷ്യൽ സിസ്റ്റം എന്നതിനെ പേഗൻ സാക്രിഫൈസുമായിട്ട് കമ്പയർ ചെയ്യല്ലോ ഒരു കമ്പാരിസനും ഇല്ല. അതെല്ലാം മനുഷ്യൻ്റെ എഫേർട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. കാരണം ആ ദേവീ ദേവതകളെ
പ്രീതിപ്പെടുത്താനായിട്ട് മനുഷ്യൻ ഓരോ വഴികൾ കണ്ടെത്തുക. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നമുക്കറിയാം അതെല്ലാം ഫോർഷാഡോ ആയിരുന്നു, അതെല്ലാം നിഴലായിട്ട് നിൽക്കുകയായിരുന്നു. കാൽവറിയിൽ എന്നേക്കുമായിട്ട് ഒരു പരിപൂർണമാകുന്ന യാഗം നടക്കാൻ പോകുന്നതിൻ്റെ നിഴലായിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അതെല്ലാം നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 5:8 അതുപോലെ 8:32 ഈ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമൻസ് 5:8 and 8:32. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നോക്കുക, അഗെയിൻ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 8:32 നമുക്കറിയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നോക്കൂ, അപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതിൻ്റെ ഒരു വിശാലമാകുന്ന അർത്ഥത്തിൽ പ്രിയ ബ്രദർ ജിബു ലേഖനങ്ങളിൽ നിന്ന് ദൈവവചനം ശുശ്രൂഷിച്ച് പറഞ്ഞല്ലോ. എന്നാൽ ആ കോണ്ടെക്സ്റ്റ് നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ അവിടെ എന്തെല്ലാം പ്രോമിസ് ചെയ്തേക്കുന്ന സകലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞേക്കുന്ന ആ നീതീകരണത്തിൽ തുടങ്ങി അതാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും, പിന്നെ വിശുദ്ധീകരണം അവിടെ പറഞ്ഞിട്ടില്ല, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഒന്നെടുക്കാമോ? വിളിച്ചവരെ അതിൻ്റെ മുന്നിലുള്ളത് വിളിച്ചവരെ അതിൻ്റെ ഒന്ന് വായിച്ചോളൂ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. Paul is speaking as though something has already happened, which was to happen. തേജസ്കരണം അല്ലേ? തേജസ്കരണം സംഭവിക്കേണ്ട കാര്യമാണ്, ഇനി വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ പോൾ പറയുക, ഇറ്റ് ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. വൈ? സ്വന്തം പുത്രനെ ആദരിക്കാതെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിൻ്റെ ആ മാധുര്യം. അതായത് പോൾ പറയുന്ന ആ കാര്യം, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അത് പറഞ്ഞു വരുമ്പോഴാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആ വാക്കെല്ലാം കണക്റ്റഡാണ്. ഈ വാക്കുകളൊക്കെ നമ്മൾ എത്ര മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണെന്നറിയാമോ? ആൾക്കാർ പാട്ട് വരെ ഉണ്ടാക്കും. കാരണം അയലോക്കക്കാരനോട് വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്യമൊക്കെ എടുക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ലിത്. നോക്കിക്കേ, എവിടെയാ ദൈവം നമുക്ക് അനുകൂലം? സ്വന്തം പുത്രനെ ആദരിക്കാതെ വണ്ണം ദൈവം എനിക്ക് അനുകൂലമായി തീർന്നെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിച്ചില്ല, എന്നെ ആദരിക്കാൻ, പാപിയാകുന്ന എൻ്റെ മുഖത്തെ കടാക്ഷിക്കാൻ തക്കവണ്ണം ദൈവം എന്നോട് അനുകൂലമായിരുന്നെങ്കിൽ, അയ്യോ, ഇഫ് ഗോഡ് ഈസ് ഫോർ മീ, ഞാനെന്തിനാ ഭാരപ്പെടുന്നത്? ഇഫ് ഗോഡ് ഹാഡ് ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവേശുവിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്, ചുമ്മാ അതെല്ലാവരുടെയും കാര്യം അല്ല പറയുന്നത്. ഓക്കെ, നല്ല പ്രവൃത്തി. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ എന്താ പറയണ്ടേ? വാട്ട് ഷാൽ വി സേ ടു ദീസ് തിങ്സ്? ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against? Who can be against us എന്ന് പറയുമ്പോൾ മുകളിലും താഴെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഈ കാലത്തിലെ കഷ്ടങ്ങളുണ്ട്, പിന്നെ താഴോട്ട് വരുമ്പോൾ ആപത്തുണ്ട്, വാളുണ്ട്,
പിന്നെ നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. എന്നിട്ടൊരു വലിയ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്താ പറയുന്നതെന്നറിയാമോ? ആ വലിയ ലിസ്റ്റ് ഒരു സൈഡിൽ വെച്ചിട്ട് ഹൂ ഈസ് ഫോർ യു എന്ന് ചിന്തിക്കുക. എന്നിട്ട് പറയാ, നത്തിങ്, ആബ്സല്യൂട്ട്ലി നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് മൈ ലോർഡ്. യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഇവയ്ക്കൊന്നിനും എന്നെ വേർതിരിപ്പാൻ കഴിയുന്നതല്ല. ഗോഡ് ഈസ് ഫോർ മീ. അപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്തായ സ്നേഹം നിമിത്തമാണ് അവിടുന്ന് നമ്മുടെ സ്ഥാനത്ത് വന്നു, നമ്മുടെ പാപം വഹിച്ച്, നമ്മുടെ മരണം വരിച്ച്, സ്വന്തം പ്രിയ പുത്രൻ്റെ ദാനത്തിലൂടെ അവിടുന്ന് സ്വന്തം വിശുദ്ധ കോപത്തെ ശമിപ്പിച്ചു, പ്രൊപ്പീഷിയേറ്റ് ചെയ്തു. ഒന്നുകൂടെ പറയാം, ക്രിസ്തീയ വെളിപ്പാടനുസരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം മഹത്തായ സ്നേഹം നിമിത്തം അവിടുന്ന് നമ്മുടെ സ്ഥാനത്ത് വന്നിട്ട് നമ്മുടെ പാപം വഹിച്ച്, നമ്മുടെ മരണം വരിച്ച്, സ്വന്തം പ്രിയപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ദാനമായി തന്നിട്ട് അവിടുത്തെ വിശുദ്ധ കോപം അവിടുന്ന് ശമിപ്പിച്ചു. സോ ഗോഡ് ഈസ് ബീയിങ് പ്രൊപ്പിഷിയേറ്റഡ് ഫോർ ഹിസ് റാത്ത്. അല്ലാതെ കർത്താവ് ക്രൂശി മരിച്ചപ്പം കോട്ടയത്തൊക്കെ ചിലർ പ്രസംഗിച്ചതാ. അതുവരെ ആടിൻ്റെ ഒക്കെ രക്തം ഇങ്ങനെ രുചിച്ചുകൊണ്ടിരുന്നു. ഇത് പോരാ പോരാ, സാത്താൻ പറഞ്ഞു ഇത് പോരാ പോരാ. അവസാനം യേശുവിൻ്റെ രക്തം, ഇനിയിപ്പോൾ പറ്റുകയല്ല, ഇനിയിപ്പോൾ തന്നേക്കുന്നത്. നോ, അതല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിശാചിനല്ല. പിന്നെ ദൈവം തൻ്റെ കോപത്തിൽ നിന്ന്, തൻ്റെ വിശുദ്ധ കോപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സ്വന്തം പുത്രൻ ആ കോപത്തിൻ്റെ കീഴിലോട്ട് വന്നിട്ട് ആ കോപം ശമിപ്പിക്കപ്പെടുന്നു, പ്രായശ്ചിത്തമാകുന്നു. എന്നിട്ട് ദാനമായിട്ട് രക്ഷ നമുക്ക് തരുന്നു. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. So let me tell that in English for my children, for my young friends who come every week. So according to the Christian revelation, God's own great love propitiated his own holy wrath through the gift of his own dear son, who took our place, who bore our sin, and who died our death. Hope you understood. Let me repeat that. In God's own great love, he propitiated, or he pacified his own holy wrath against all the sins through the gift of his one and only dear son, who took our place, and he bore our sin, and he died our death. This is the revelation that we read of God righteousing the unrighteous. അനീതിയുള്ളവരെ നീതിമാന്മാർ എന്ന്. In other words, God gave himself gave himself to save us from himself. Okay? God himself
gave himself to save us from himself. ദൈവം നമ്മെ തന്നിൽ നിന്ന് രക്ഷിപ്പാൻ തന്നെത്താൻ ഏൽപ്പിച്ചു. അതാണ് ക്രോസ്. അതാ ക്രോസ്. പ്രിയപ്പെട്ടവരെ, അത് ആ ക്രോസിലൂടെ മാത്രമേ ഓൺലി, ആൻഡ് ദിസ് ഈസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. ഇതാ ദൈവത്തിൻ്റെ നീതി. എന്താണെന്നറിയാമോ? വിത്തൗട്ട് God compromising his righteousness, he justifies the wicked. നീതിമാനാകുന്ന ദൈവത്തിന് തൻ്റെ നീതിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നീതികെട്ടവന്മാരെ നീതിയുള്ളവരാക്കാൻ കഴിയുന്ന അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആ ക്രൂശിനെ ആ നീതിയെ പ്രദർശിപ്പിക്കുന്നു, അല്ലേ? നമ്മളതാണ് അവസാനമായിട്ട് വായിക്കുന്നത്. താൻ നീതിമാനും. എന്നിട്ട് 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും. അതിന്റെ മുന്നിൽ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതുവരെയുള്ള പാപങ്ങളെ എന്ത് ചെയ്തു? ശിക്ഷിക്കാതെ വിട്ടു. ഇത് തന്നെയല്ലേ അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലന്റെ പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 14, ആൻഡ് he speaks to the pagan people in Lystra, അല്ലേ? എൻ്റെ ഓർമ്മ 14:16 ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ആൻഡ് ഓൾസോ 17:30. അപ്പോസ്തല പ്രവൃത്തി 14:16, 17:30. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള. ദൈവത്തിന്റെ അവർ പാപം ചെയ്തെങ്കിലും അവർ സ്വന്തം വഴി നടന്നെങ്കിലും ദൈവം തൻ്റെ നന്മയ്ക്കൊന്നും എന്ത് ചെയ്തില്ല? ഒരു മുടക്കവും വരുത്തിയില്ല. അത് കൊടുത്തോണ്ടേയിരുന്നു. അതാണ് അക്ഷരാഭ്യാസമില്ലാത്ത ലിസ്ത്രയിലുള്ള ആ പ്രിയപ്പെട്ടവരോട് പോൾ പ്രസംഗിക്കുന്നത്. ഇനിയും 17:30 അരയോഗബസിൽ ഏതൻസി വന്നപ്പോൾ എങ്ങനെയാണ് പ്രസംഗിച്ചത്? അവിടെ മെസ്സേജിന് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെങ്കിൽ മെസ്സേജ് പ്രസന്റ് ചെയ്ത വിധത്തിനേ ഉള്ളൂ വ്യത്യാസം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും നോക്ക, അറിയായ്മയുടെ കാലങ്ങൾ ദൈവം എന്ത് ചെയ്തില്ല? ലക്ഷ്യം. അപ്പൊ അറിയായ്മയുടെ കാലങ്ങളെ, why did God leave all those days of ignorance? God overlooked that. God simply overlooked that. How can God overlook that, being a holy and righteous God? The answer is cross. And on the cross he demonstrated that he is just. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളെ ദൈവം നീതീകരിച്ചതിൻ്റെ അടിസ്ഥാനം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അടുത്ത ഭാഗത്ത് പോൾ ആരംഭിക്കുന്നതെന്നറിയാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോസ്റ്റിങ്ങിന് എവിടാ സാധ്യത? ഇല്ലേ? കാരണം കൃപയാൽ, വിശ്വാസത്താൽ, ഫ്രീലി, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ, അങ്ങനെയാണെങ്കിൽ നോ ബോസ്റ്റിംഗ്. എവ്രി ബോസ്റ്റിംഗ് ഈസ് എക്സ്ക്ലൂഡഡ്. അതാ അടുത്ത ഭാഗത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആർക്കും പ്രശംസിപ്പാനായിട്ട് ഒരു വകയില്ല. ആർക്കും പ്രശംസിക്കാനൊക്കെയില്ല. ആർക്കും പറയാൻ പറ്റുകയില്ല ഞാൻ ബെറ്റർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യം ഉന്നതമായതുകൊണ്ട്. നോ, ആർക്കും പറ്റുകയില്ല. ഇറ്റ് ഈസ് ഗോഡ്സ് അബണ്ടൻറ്റ് മെഴ്സി ആൻഡ് ലവ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ദൈവം നമുക്ക് തന്ന ആ രക്ഷയുടെ മാധുര്യത്തെ ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സഹോദരന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.